ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. കുറേ കാലമായല്ലേ കണ്ടിട്ട്. ഞാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ചെമ്മീൻ്റെ കൽമാസാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിതൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റൊക്കെ അതൊന്ന് മൂപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 4 വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഉള്ളി നല്ലതുപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണൊക്കെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാനിത് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെമ്മീൻ്റെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ആണെങ്കിൽ മല്ലിപ്പൊടി വേണ്ട. ഇനിയിപ്പോൾ ഇതാ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വലിയ ചെമ്മീനാണെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുക. ചെമ്മീൻ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഞങ്ങളുടെ വീട്ടിൽ കൽമാസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാധനം എന്തായാലും ഉണ്ടാക്കും കേട്ടോ. കുറച്ച് ചമ്മന്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് ഒതുക്കിയെടുത്താണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ ചമ്മന്തിയും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് മസാല പുളിപ്പൊക്കെ വന്നു പോകും. അതുകൊണ്ടാണ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-8 മിനിറ്റൊക്കെ കൈ ഇളക്കാതെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നബീസിൻ്റെ പത്തിരിപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫില്ലിങ്സ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിലെടുത്തിട്ട് അതൊന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നക്കായൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് പൊതുവേ കൽമാസൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാവാൻ. ഇനി നിങ്ങൾക്ക് വേണ്ട റൗണ്ട് ഷേപ്പിൽ ബോൾസ് പോലെ ആക്കുകയാണെങ്കിൽ അങ്ങനെയും കൂടി ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതാ വിള്ളൽസ് ഒന്നും ഇല്ലാതെ ഞാനിതിൽ നല്ലതുപോലെ അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിന്നായിട്ട് പരത്താനും പാടില്ല, ഒരുപാട് കട്ടിയിലും പരത്താൻ പാടില്ല കേട്ടോ. ഒരുപാട് കട്ടിയിലാവുമ്പോൾ അതൊന്ന് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. അരി ഒരുപാട് പോലെയും മസാല ഇല്ലാത്ത പോലെയൊക്കെ ഉണ്ടാവും. തിന്നാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും കൂടി ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഞാനിതുപോലെ ഉരുട്ടി വെച്ചതൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ അതൊന്ന് വേവാൻ വേണ്ടി സമയമെടുക്കും കേട്ടോ. ഇതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് ആറിയിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പരസ്പരം പറ്റിപ്പിടിക്കാത്ത വിധത്തിൽ ഒന്ന് ആറിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ ഈ ഒരു വെന്തിനോ നോക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതെല്ലാം ഫ്രൈ ചെയ്യാതൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റീം ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. എണ്ണയിൽ പൊരിച്ച പലഹാരമൊന്നും വേണ്ടാന്നാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് മുളക് പെരക്കിയിട്ടിട്ട് അതൊന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.